ഹലോ ഗൈസ്, ചുമ്മാ വീട്ടിലിരുന്ന് ബോറടിച്ച് കഴിഞ്ഞപ്പോൾ നേരെ ഗോവക്ക് വിട്ടാലെന്ന് അങ്ങനെ രാത്രി ഗോവ വന്ന് ഇറങ്ങി രാത്രി ആയി കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് മറ്റേ വണ്ടിയൊന്നുമില്ല അവിടെ. പിന്നെ ആ സമയത്ത് രാത്രി ആയതുകൊണ്ട് നമുക്ക് കിട്ടിയിരുന്നത് ബൈക്ക് ടാക്സിയാണ്. 10-300 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ നേരെ നമ്മുടെ സ്പോട്ടിൽ കൊണ്ടുവന്നാക്കും. അപ്പോൾ ഞാൻ നേരെ അഞ്ചുനക്കാണ് പോകുന്നത്. അഞ്ചുന് പോകുന്നത് എന്നിട്ട് നേരെ ഹിപ്പി ഹോസ്റ്റലിലേക്ക് പോകുന്നത്. ഹിപ്പി ഹോസ്റ്റലിൽ അത്യാവശ്യം നമുക്ക് ഒരാൾക്ക് ഒരു നൈറ്റ് സ്റ്റേ ചെയ്യാനൊക്കെ അത് തന്നെ ധാരാളമാണ്. അന്നത്തെ നൈറ്റ് അവിടെ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം കാലത്ത് നേരെ വിട്ടത് അരമ്പൂളിലേക്കാണ്. അരമ്പൂൾ ബീച്ച് ഫേമസ് ആയത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, റഷ്യൻ ബീച്ച് എന്നാണ് അറിയപ്പെടുന്നത് തന്നെ. അരമ്പൂൾ ബീച്ചിലേക്ക് നേരെ വന്നത് നമ്മുടെ ഫേമസ് ആയ സ്വീറ്റ് വാട്ടർ ലേക്കിൽ ഒന്ന് കുളിക്കണം, മഡ് ബാത്ത് അടിക്കണം. ഈ ഒരൊറ്റ ഉദ്ദേശത്തോടെയാണ് നേരെ വന്നത്. ഇവിടെ രാവിലെ തന്നെ വന്നപ്പോഴേക്കും നല്ല രസമാണ് കാണാൻ. കാരണം തിരമാലകൾ കുറയണ സമയത്ത് മാത്രമേ നമുക്ക് ഇതുവഴി ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ തിര ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഭയങ്കര പാടാണ്. ഇത് അവിടെ വന്നപ്പോൾ കണ്ടപ്പോൾ ഒരു പട്ടിക്കുട്ടി കേട്ടോ, അവൻ ആളും മിടുക്കനാണ്, സൂപ്പറാണ്. അങ്ങനെ ഇത് കഴിഞ്ഞ് നേരെ അങ്ങോട്ട് എത്താറായി കഴിഞ്ഞ് ഇതാണ് നമ്മുടെ സ്വീറ്റ് വാട്ടർ ലേക്ക്. ഇവിടെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങണുള്ളൂ, കാരണം രാവിലെ ആയ കാരണം ആൾക്കാരധികം വന്നു തുടങ്ങിയിട്ടില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഒരു യോഗ ഗ്രൂപ്പ് വന്ന്, ഇത് അവരുടെ യോഗ ഗ്രൂപ്പാണ്. ഇവരായിട്ട് കമ്പനി ആയി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അവർക്ക് വേണ്ടി വീഡിയോ എടുത്ത് കൊടുക്കലായി. പിന്നെ അവരായിട്ട് ഫ്രണ്ട്ലി ആയി. അവർ മൊത്തം കുറച്ചധികം പേരുണ്ട്. പല പല സ്ഥലത്തു നിന്ന് വന്നിട്ട് അവർ ഒരു യോഗ കമ്പനിയുടെ അണ്ടറിൽ യോഗ ചെയ്യാൻ വേണ്ടി വന്നതാണ് ഇവിടെ അരമ്പോൾ ബീച്ചിൽ. അവരെ പരിചയപ്പെട്ടത് അടിപൊളിയായി, കാരണം അന്നത്തെ ദിവസം ഫുൾ അവരുടെ ഒപ്പം ആയിരുന്നു. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അവരായിട്ട് ഫ്രണ്ട്ലി ആയി. അവരെല്ലാവരും പരിചയപ്പെട്ടു. അവരുടെ യോഗകൾ അവരവിടെ വെള്ളത്തിലൊരു സ്പെഷ്യൽ യോഗ ചെയ്ത് അത് സൂപ്പർ സാധനമായിരുന്നു. പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് നേരെ വിട്ടത് മഡ് ബാത്ത് അടിക്കാൻ. ഇത് ആ മഡ് ബാത്തിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. അരമ്പോൾ സ്വീറ്റ് വാട്ടർ ലേക്കിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഒരു വഴിയാണുള്ളത്. ഒരാൾക്ക് ഉള്ളിലൂടെ കഷ്ടി ഇങ്ങനെ പോകാവുന്നൊരു വഴിയാണ്. ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ വേറൊരു മൂഡാണ്. കാരണം ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ ഇങ്ങനെ യാത്ര ചെയ്ത് വേണം അതിൻ്റെ അകത്തേക്ക് പോകണം. ഒരു 400-500 മീറ്റർ അതിൻ്റെ ഉള്ളിലേക്ക് പോകണം, എന്നാലേ നമുക്ക് ഈ മഡ് ബാത്ത് ചെയ്യുന്ന സ്ഥലത്തേക്ക് ചെല്ലാൻ പറ്റത്തുള്ളൂ. പോകുന്ന വഴിക്ക് പലരും അവിടെ ഇതേപോലെ മേത്ത് ഫുള്ള് മഡ് തേച്ചിട്ട് ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്നുണ്ട്. കാരണം അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, കാരണം അവരുടെ പ്രൈവസിയിൽ ഇടപെടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നില്ല. കാരണം ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ അതിൻ്റെ അകത്തുള്ളൊരു ആംബിയൻസ് എന്ന് പറയുന്നത് വേറെ ലെവൽ ആംബിയൻസാണ്. കാരണം ഭയങ്കര തണുപ്പ് ഫീല്, കാറ്റൊന്നും അധികം ഇല്ല. പക്ഷെ വെള്ളത്തിൻ്റെ ശബ്ദം, ഇത് കിളികൾ നിലവിളിക്കുന്ന ശബ്ദങ്ങൾ ഒരുപാട്. പ്രത്യേകിച്ച് നമ്മൾ വല്ലാത്തൊരു മൂഡാണ് സംഭവം. അതിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കവിടെ നിന്ന് ഇറങ്ങി പോകാൻ തോന്നത്തില്ല. വെറുതെ അല്ല, ഞാനിവിടെ ചെന്ന് കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കും അപ്പുറത്ത് കുറേ റഷ്യൻസൊക്കെ ഇരിപ്പുണ്ട്. കാരണം അവരവിടെ വന്ന് ടെൻ്റ് അടിച്ചൊക്കെ ഇരിക്കുകയാണ്. ഇതാണ് നമ്മൾ മഡ് ബാത്തിന് യൂസ് ചെയ്യുന്ന സാധനം കേട്ടോ. ഇത് നമ്മൾ കൈ കൊണ്ടോ അല്ലെങ്കിൽ കോല് കൊണ്ടോ കല്ലുകൊണ്ടോ ഇടിച്ച് പൊട്ടിച്ച് അത് പൊടിയാക്കി വെള്ളമായിട്ട് ചാലിച്ച് മേത്ത് ഫുള്ള് എല്ലാവരും വന്നിട്ട് ഇത് ചെയ്യുന്നൊരു പരിപാടിയാണ്. കാരണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് വെളുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫുൾ അരമ്പൂർ സ്വീറ്റ് വാട്ടർ ലേക്കിൻ്റെ ഫുൾ വ്യൂ. ഇത് കഴിഞ്ഞിട്ട് നേരെ പോകാൻ പോകുന്നത് ഈ മല കയറിയിട്ടാണ് പോകാൻ പോകുന്നത്. ഈ മല കയറി പോകാൻ പോകുന്നത് വേറെ